സിംപ്ലിഫൈഡ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ എല്ലാം നേടിയെടുത്തു, പക്ഷെ നീ മാത്രം കൂടെയില്ല. മറ്റുള്ള സൗഭാഗ്യങ്ങൾക്കിടയിൽ നിന്റെ സ്നേഹത്തിന് ഞാൻ ഒരു വിലയും തന്നില്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ വളരെ പോസിറ്റീവായിട്ട് വേണം നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പല കാര്യങ്ങളിലും പല രീതിയിലും രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരാളായിരിക്കാം, പല കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഈ പേഴ്സൺ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാകാം. ഓക്കെ, വളരെ പെട്ടെന്നായിരിക്കാം ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അവസാനം എടുക്കാം. ആദ്യം ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതുപോലെ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്, കറന്റ് എനർജി അപ്ഡേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അകൽച്ചയിൽ ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ടോ, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ടോ, എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 5 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് റൊമാൻസ് ഏഞ്ചൽസും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. 3 ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. ഈ ഒരു വ്യക്തിയുടെ മേഖല എങ്ങനെയാണ്, അതായത് ഇപ്പൊ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ശില്പം പണികളായിരിക്കാം, അല്ലെങ്കിൽ വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു ജോലിയായിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം ഇപ്പോൾ കഥാകൃത്തായിരിക്കാം, അല്ലെങ്കിൽ പ്രസംഗം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നല്ല എഴുത്ത് നന്നായിട്ട് എഴുതാൻ, കഥകളും കവിതകളും ഒക്കെ എഴുതാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനത്തെ പ്രൊഫഷണൽ പരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത്തരം കഴിവുകളും കൂടെ ഈ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന വേറൊരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിജയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ പേഴ്സൺ എപ്പോഴും ഈ പേഴ്സന്റെ ജോലി മേഖലയിൽ, അതായത് ഈ പേഴ്സന്റെ ജോബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ വിജയം കണ്ടെത്തുന്നു, മറ്റുള്ളവർ ഈ വ്യക്തിയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു എനർജിയാണ് ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ വർക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ല, ജോലിക്ക് പോകാതെ ഒന്നും ഇരിക്കുന്നില്ല, ഉറപ്പായിട്ടും ജോലിക്ക് പോകുന്നുണ്ട്. ഈ വ്യക്തിയുടെ കഴിവുകളൊക്കെ എന്താണോ അത് പ്രകടിപ്പിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ളവർ ഈ പേഴ്സണെ അപ്രീസിയേഷൻ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ വളരെയധികം ഹാർഡ് വർക്ക് ആയിട്ടുള്ള, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ജീവിത രേഖ തന്നെ മാറ്റിമറിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. ഓക്കെ, വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് ഈ പേഴ്സൺ, വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യം നേടിയെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോവുകയും ഹാർഡ് വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, ചിലപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആയിരിക്കാം, ബോട്ടിക് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരിക്കാം. അങ്ങനെ ഏതൊക്കെ മേഖലയിൽ നോക്കുകയാണെങ്കിലും അതിൽ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരെ അതിശയിപ്പിക്കുകയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. പ്രൊഫഷൻ വൈസ് ഈ വ്യക്തി യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷനോ തയ്യാറല്ല, ഒരു കൺസിഡറേഷനും തയ്യാറല്ല. വളരെയധികം എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഒരു എന്താ പറയുക, ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഈ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നത് 8 ഓഫ് സോർട്സ് ആണ്.
അതായത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തി പരിപൂർണമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു ഉത്തരവാദിത്ത ബോധം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തിക്ക് ആ ഒരു ഉത്തരവാദിത്ത ബോധം നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതായത് വേറെ പല കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സന്റെ ചിന്തയും മനസ്സും എല്ലാം അതിലേക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലതരത്തിലുള്ള, ഈ പേഴ്സൺ ഒരുപക്ഷെ പ്രണയിച്ച് ശീലമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലായിരിക്കാം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്തരം എനർജീസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഈ പേഴ്സൺ ജീവന് തുല്യം സ്നേഹിച്ചിട്ട് മറ്റുള്ളവര് ഈ വ്യക്തിയെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാകാം. ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കാതെ ഒരു വിലയും നൽകാതെ ഈ പേഴ്സണെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം. അപ്പോൾ ഈ പേഴ്സന്റെ പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ, പ്രണയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു വൈരാഗ്യമാണ് ഈ വ്യക്തിക്കുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ കാലം ഈ വ്യക്തി യാതൊരു തരത്തിലും ഓർക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ സംശയങ്ങൾ തോന്നിക്കുക, അല്ലെങ്കിൽ ഡബിൾ മൈൻഡഡ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വേറെ ആൾക്കാരായിട്ട് ചർച്ച ചെയ്യുക, വേറെ ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, അവര് പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്ത് പെരുമാറുക. അങ്ങനെ യാതൊരു തരത്തിലും ഒരു ബോധമില്ലാത്ത രീതിയിലാണ്, ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ്, ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും 8 ഓഫ് സോർട്സ് ആണ് ഇവിടെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. അതാദ്യം മനസ്സിലാക്കാം. നെക്സ്റ്റ് എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഓഫ് കപ്സ് ആണ്. അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എല്ലാ കാര്യത്തിലും വിജയം നേടി. നമുക്കറിയാം, ഒരു രാജാവിന്റെ പദവിയിലാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ഒരു വലിയൊരു കൊട്ടാരത്തില് വലിയൊരു ചെയറിലൊക്കെയാണ്, വലിയ മൂർച്ചയേറിയ വാളൊക്കെ കൈകളിലുണ്ട്. വളരെ പവർഫുൾ ആയിട്ടാണ്, കിങ് ഓഫ് സോർട്സ് ആണ്. വളരെ പവർഫുൾ ആയിട്ടാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു കിങ്ങിന്റെ എനർജിയാണ്. അതിപ്പോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കിങ് അല്ലെങ്കിൽ ക്യൂനാണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും പാർഷ്യാലിറ്റി കാണിച്ചു. അത് തീർത്തും ഏറ്റവും കൂടുതൽ പാർഷ്യാലിറ്റി കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. മനസ്സിലായോ? ഇപ്പോൾ ഈ വ്യക്തി മറ്റുള്ളവരെ നല്ല രീതിയിൽ കാണുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പിശുക്ക് കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാറി നടന്നു. നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം തരാതെ ദൂരേക്ക് നടന്നു നീങ്ങി. മനസ്സിലായോ? നിങ്ങളെ എപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും അതുപോലെ നിങ്ങളോട് പെരുമാറിയിട്ടുള്ള കുറ്റങ്ങളും തെറ്റായ കാര്യങ്ങളും അതെല്ലാം തന്നെ ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സ് വളരെയധികം അസ്വസ്ഥമാകുന്ന രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ എഗെയിൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ എന്താ പറയാ, നമുക്കിവിടെ കിങ് ഓഫ് കപ്സ്, മറ്റേത് കിങ് ഓഫ് സോർട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. കാരണം വിഷമിക്കുന്നുണ്ട്, പൊട്ടിക്കരയാൻ തോന്നിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഇമോഷൻസ് ആണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതേസമയം തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് എനർജിയിലും കൂടെ ഈ പേഴ്സൺ വരുന്നുണ്ട്. ഓക്കെ, അതായത് ചില സമയത്ത് വളരെയധികം ദേഷ്യം തോന്നിക്കുമ്പോൾ ആ ഒരു ദേഷ്യം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുകയും അപ്പം തന്നെ കരയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്വഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്നില്ല,
പോസിറ്റീവായിട്ട് ശാന്തമായിട്ടുള്ള മനസ്സോടു കൂടി മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും മോശപ്പെട്ട വ്യക്തിയാണോ ഈ പേഴ്സൺ? അതായത് ഈ പേഴ്സൺ ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും മോശപ്പെട്ട വ്യക്തിയായിരുന്നോ? ഞാൻ എന്തുകൊണ്ട് നിന്നെ സ്നേഹിച്ചില്ല? നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല. നീ ഇല്ലാതായപ്പോഴാണ് എനിക്ക് നിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുള്ളത്. ഞാൻ എൻ്റെ വിഷമവും സങ്കടവും ദുഃഖവും ഞാൻ എവിടെ പോയി എക്സ്പ്രസ് ചെയ്യും? ആരുടെ മുന്നിൽ പോയി ഞാൻ കാണിക്കും, പ്രകടിപ്പിക്കും? ഞാൻ ആരോട് പറയും? എനിക്ക് എന്ത് ചെയ്താലാണ് ആശ്വാസം കിട്ടുക? ഇത്തരം കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു റോൾ മോഡലാണ്, മറ്റുള്ളവർക്ക് വളരെയധികം പ്രചോദനം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് ഒരു നീതി പുലർത്താൻ കഴിഞ്ഞില്ല, സത്യസന്ധത പുലർത്താൻ കഴിഞ്ഞില്ല എന്നാണ് കാണിക്കുന്നത്. യെസ്, 9 ഓഫ് സോർട്സ് ആണ്. ഉറക്കമില്ലാത്ത രാത്രിയാണ്, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു, പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നു. യാതൊരു തരത്തിലും ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ വെക്കണമെന്ന് പോലും പലപ്പോഴും ഈ പേഴ്സൺ ചിന്തിച്ചു പോവുകയാണ്. കാരണം നിങ്ങൾ ഇനി എങ്ങാനും ഈ പേഴ്സന്റെ അടുത്തേക്ക് പഴയതുപോലെ വന്നില്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്യും? കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല മുന്നോട്ട് പോകാനായിട്ട്. ചിലപ്പോ ഈ പേഴ്സന്റെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് പുറമെ കാണിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. പുറമെ വളരെയധികം ഗൗരവമായിട്ടൊക്കെ ഇരിക്കും, എന്നിട്ട് ഒരു മുറിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയും, അല്ലെങ്കിൽ ഉറങ്ങാണ്ടിരിക്കും, വിഷമിക്കും, വല്ലാണ്ട് ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പൗർണമി ദിവസങ്ങളിൽ, ഫുൾ മൂൺ ഡേയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ എന്താണ് വിഷമിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ഈ വ്യക്തിയുടെ മനസ്സിന് താങ്ങാൻ പറ്റാതെ വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. 3 കാർഡ്സ് ആണ്, നമുക്ക് നോക്കാം. ഫുൾ മൂണിൻ അക്യൂറിയസ് ആണ്, ബി റിയൽ ആണ്. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് എപ്പോഴും സിൻസിയർ ആയിട്ട് നിൽക്കുക, ആത്മാർത്ഥതയോട് കൂടിയും സത്യസന്ധതയോട് കൂടിയും നിൽക്കുക എന്നുള്ള വലിയൊരു ഗുണപാഠമാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. കാരണം പലപ്പോഴും ഈ പേഴ്സൺ റിയൽ അല്ലായിരുന്നു, സത്യസന്ധമായിട്ടല്ല നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇരുന്ന് കരയേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ സാഹചര്യമാണെങ്കിലും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ സെപ്പറേറ്റ് ആകാനുള്ള കാരണം എല്ലാം തന്നെ ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സത്യസന്ധനാകേണ്ടത് അല്ലെങ്കിൽ സത്യസന്ധയാകേണ്ടത് ഈ പേഴ്സൺ തന്നെയാണ്, ഒരിക്കലും നിങ്ങളല്ല. നിങ്ങൾ കറക്റ്റ് ആണ്, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണ്, പക്ഷെ ഈ പേഴ്സൺ ആണ് കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത്. നോ യു ആർ ലൗഡ് എന്നാണ്. കാരണം ഈ പേഴ്സൺ ഒരിക്കലും തോന്നിയിട്ടില്ല നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം ഒരു സ്നേഹം പ്രകടിപ്പിക്കാനോ സ്നേഹം അനുഭവിക്കാനോ ഉള്ള ഒരു മനോഭാവം ഈ വ്യക്തിക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണ്ട് ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാകാം. സോ ആ ഒരു പകയും ദേഷ്യവും ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ആണെങ്കിൽ പോലും എന്താ പറയാ, ഈ പേഴ്സൺ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബുദ്ധി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നാണ് നിൽക്കുകയുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടായിരിക്കും ഈ റീഡിംഗ് കാണുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വരും, നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം വരും, കണ്ണില് ചിലപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറയും. പക്ഷെ അത്തരം ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനും അത് പ്രത്യേക ഒരു മനസ്സ് തന്നെ വേണം, അല്ലെങ്കിൽ അത് പ്രണയം എന്ന് പറയുന്ന കാര്യം പോലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ്, ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് ആണ്.
ഈ വ്യക്തി ഇപ്പോൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം, ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും മോചിതനാകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ. പക്ഷേ ഈ പേഴ്സണ് മറ്റുള്ളവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ചതിയും വഞ്ചനയും അവഗണനയുമാണ്. അപ്പോൾ മറ്റുള്ളവരെ കാണുന്നത് പോലെ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെയും കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങൾ കാണിക്കുന്നത് ഒരുപക്ഷെ അഭിനയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മുഖമുണ്ടാകാം, നിങ്ങൾ ഡബിൾ മൈൻഡഡ് ആയിരിക്കാം, അവസാനം നിങ്ങൾ ഈ പേഴ്സണെ ചീറ്റ് ചെയ്യും. അത്തരം ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഈ പേഴ്സണെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ നിന്നും കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് ഒരു സ്വബോധത്തോട് കൂടി കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽസ് എന്താ പറയുന്നതെന്ന് നോക്കാം. യെസ്, പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ് ആണ്. ദ സൈൻസ് ആർ ക്വസ്റ്റനിങ് യു. തീർച്ചയായിട്ടും ഇവിടെ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതാണ് റെഡ് ഫ്ലാഗ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡ് എന്ന് പറയുന്ന കളർ ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ കാണും. റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ ഈ റിലേഷൻഷിപ്പിനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആകാനായിട്ടുള്ള കാരണം എന്താണോ ആ കാരണത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. അതായത് റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ്, എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസന്റ് മൂമെന്റ്സ്. അതായത് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്ന ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിനെ ഹീൽ ചെയ്യേണ്ടതും കഴിഞ്ഞു പോയ കാര്യങ്ങളെ റിലീസ് ചെയ്യേണ്ടതുമായിട്ടുണ്ട്. മനസ്സിലായോ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ അത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ പുതുക്കി നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താനാണ് പറയുന്നത്. ഓക്കെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളായിരിക്കാം. ഫോട്ടോഗ്രാഫർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എം, പി, ഇ സ്റ്റുഡൻ്റ് ആയിരിക്കാം. ലെറ്റർ എൽ 1221 555 and 33. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാനും മറക്കരുത്. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഓൾസോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.